നമസ്കാരം. എം എം മണി എന്ന സഖാവ് മണിയാശാന് പാർട്ടി എന്തും പറയാനുള്ള ഒരു അവകാശം കൊടുത്തിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള സങ്കല്പം. അദ്ദേഹത്തിൻ്റെ നാട്ടുഭാഷയാണ്, ഗ്രാമ്യഭാഷയാണ് എന്നൊക്കെയാണ് സി പി ഐ നേതാക്കൾ പലപ്പോഴും വിശദീകരിക്കാറുമുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ ഞെട്ടി ആശാൻ നടത്തിയ ചില പരാമർശങ്ങൾ. ഞങ്ങൾ നൽകിയ ആനുകൂല്യങ്ങൾ വാങ്ങി വയറ് നിറയെ കഴിച്ചിട്ട് ഞങ്ങൾക്കിട്ട് പണിയുന്നവരാണ് ഇവിടുത്തെ വോട്ടർമാർ എന്നാണ് മണിയാശാൻ പറഞ്ഞത്. ഏതായാലും അടുത്ത ദിവസം തന്നെ മണിയാശാൻ അത് പിൻവലിക്കേണ്ടി വന്നു. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ളവർ ഈ നിലപാടിനോട് യോജിപ്പില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മണിയാശാൻ ഇപ്പോൾ പാർട്ടിയിൽ പിൻഗാമികൾ കൂടുകയാണ്. മണിയാശാനിൽ നിന്നാണോ അവർ പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് സ്വാഭാവികം സംശയിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരാൾ മലപ്പുറം ജില്ലയിലെ പ്രാദേശിക നേതാവായ സയ്യിദ് അലവി മജീദ്. ഇദ്ദേഹം നേരത്തെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. മലപ്പുറം ജില്ലയിലെ തെന്നല എന്ന സ്ഥലത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇക്കുറി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനമൊക്കെ രാജിവെച്ചത്. തിരുവനന്തപുരത്ത് നിരവധി ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചതുപോലെ തന്നെയാണ് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. പണ്ടത്തെ കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പാർട്ടി പദവിയാണ് വലുത് എന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും അതൊക്കെ മാറി. ഇനി പാർട്ടി പദവിയേക്കാൾ നല്ലത് പാർലമെൻ്ററി പദവിയാണ് എന്നുള്ള ധാരണയിലായിരിക്കാം നമ്മുടെ സയ്യിദ് അലവിയും മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് വിജയിച്ചു. മണിയാശാൻ തോറ്റപ്പോഴാണ് പൊട്ടിത്തെറിച്ചത് എങ്കിൽ സയ്യിദ് അലവി ആശാൻ ജയിച്ചതിൻ്റെ ലഹരിയിലാണ് അബദ്ധം വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ വീടുകളിൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആണുങ്ങളെ മുന്നിൽ രംഗത്തിറക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ്. അതായത് നമ്മുടെ വീട്ടിൽ സ്ത്രീകളെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ടിരിക്കണം, അവരെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും പുറത്തിറക്കരുത് എന്നാണ് ഇദ്ദേഹം പ്രസംഗിച്ചതിൻ്റെ ചുരുക്കം. നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ആക്ടിവിസ്റ്റുകളുള്ളൊരു പാർട്ടിയാണ് സി പി എം. അവിടെ വനിതകളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന നിരവധി പേരുണ്ട്. ഇവരിൽ പലരും സ്വന്തം വീട്ടിൽ ഈ കാര്യം ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് തന്നെയാണ് നമ്മുടെ സയ്യിദ് അലവി കുട്ടി സഖാവിൻ്റെ ഈ ഒരു പ്രസംഗം. അന്യ ആണുങ്ങളുടെ മുന്നിൽ പോയി നിസ്സാര വോട്ടിന് വേണ്ടി സയ്യിദ് അലവി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കൊണ്ടുപോയി കാഴ്ചവെക്കാനുള്ളതല്ല എന്നീ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞങ്ങൾക്ക് പ്രായമായ മക്കളൊക്കെ ഉണ്ട്, അവർക്ക് ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങളൊക്കെ തന്നെ സ്ത്രീകളെ കെട്ടിക്കൊണ്ട് വന്നത് അവർക്കൊപ്പം അന്തി ഉറങ്ങാനും അതുപോലെ പെൺമക്കളെ കെട്ടിച്ചു വിട്ടൊക്കെ തന്നെ അവരുടെ ഭർത്താക്കന്മാർക്കൊപ്പം അന്തി ഉറങ്ങാനും വേണ്ടി മാത്രമാണ്. അതല്ലാതെ പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കാനും കൂടെ ആയിരിക്കും. അതല്ലാതെ ഈ പുറത്തിറങ്ങിയുള്ള ഈ പൊതുജന സേവനമൊന്നും നമ്മൾക്ക് കുലസ്ത്രീകൾക്ക് പറ്റിയതല്ല എന്നാണ് ഈ സഖാവിൻ്റെ വായ്മൊഴി വഴക്കം. എത്ര ഭംഗിയായി അദ്ദേഹം കാര്യം പറയുന്നതെന്ന് നോക്കുക. ഇദ്ദേഹത്തിനെതിരെ അവിടെ മുസ്ലിം ലീഗിലെ വനിതാ നേതാക്കളൊക്കെ തന്നെ വളരെ സജീവമായി അവിടെ പ്രചരണ രംഗത്തിറങ്ങിയിരുന്നു. അത് നമ്മുടെ സഖാവിനെ തീരെ പിടിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ ഈ പൊട്ടിത്തെറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സ്ത്രീകളൊക്കെ തന്നെ മുഖം മറച്ച് വീട്ടിൽ തന്നെ ഇരുന്നോളണം, പുരുഷന്മാർ കൂടുന്നിടത്തുനിന്ന് എത്തരുത് എന്നാണ്. എന്നാലും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അവരുടെ യുവജന വിഭാഗത്തിൽപ്പെട്ട നിരവധി യുവതികൾ വളരെ സജീവമായി ഇപ്പോൾ രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഫാത്തിമ തഹ്ലവി ഉൾപ്പെടെയുള്ള എത്രയോ പേർ ഇപ്പോൾ വളരെ സജീവമായി രംഗത്ത് ഇറങ്ങുകയും അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ നിന്ന് എത്രയോ യുവജന സംഘടനകളിൽപ്പെട്ട പെൺകുട്ടികൾ വിജയിച്ചു വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വൈഷ്ണവ സുരേഷ് ഉൾപ്പെടെയുള്ള എത്രയോ പേർ. ഇവരൊക്കെ തന്നെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഭാവിയിൽ അവർ ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിശ്ചയിക്കേണ്ടവരാണ് എന്നാണ് പൊതുവെ വിവരമുള്ളവരെല്ലാവരും തന്നെ കരുതുന്നത്. പക്ഷേ അവിടെയാണ് നമ്മുടെ സയ്യിദ് അലവി സഖാവിന് ഇതൊന്നും തന്നെ തീരെ അങ്ങോട്ട് പിടിക്കാത്തത്. ഏതായാലും സയ്യിദ് അലവി സഖാവിൻ്റെ നിലപാട് തന്നെയാണോ പാർട്ടിക്കും എന്നുള്ള കാര്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന സി പി എമ്മിൻ്റെ വനിതാ സംഘടനയുടെ അഖിലേന്ത്യാ ഭരണതലത്തിലിരിക്കുന്ന അഖിലേന്ത്യാ നേതാവായ ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ നേതാക്കന്മാരെ ഇങ്ങനെ അഴിച്ചു വിടുകയും ഇവർ വായി തോന്നിയ കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അത് സാധാരണക്കാര ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതിഫലനത്തെക്കുറിച്ച് കൂടി ഇവർ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ മറ്റു ചില നേതാക്കൾ കൊലാവിളി പ്രസംഗം നടത്തുന്നുണ്ട്. തങ്ങളെ പരാജയപ്പെടുത്തിയവരെ കൈകാര്യം ചെയ്യുന്ന രീതി പ്രസംഗിക്കുന്നുണ്ട്. അവരെല്ലാവരും കടത്തിവെട്ടിയാണ് ഇപ്പോൾ മണിയാശാനും നമ്മുടെ സയ്യിദ് അലവി സഖാവും മുന്നേറുന്നത്. ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു തിരിച്ചടിയേറ്റ് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ദേഷ്യം വന്ന് മണിയാശാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വിജയിച്ച സന്തോഷത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്നെ ഈ സ്ത്രീകളെ ഇറക്കി എനിക്കെതിരെ പ്രചരണം നടത്തിയാലും തന്നെ എന്നെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല, ഞാൻ അതിശക്തനാണ് എന്ന് അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. ഏതായാലും മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം അദ്ദേഹം നടത്തുമ്പോൾ അദ്ദേഹം ഓർക്കേണ്ടത് മലപ്പുറം ജില്ലയിലെ സ്ത്രീകളെ ഒരു കാലത്ത് പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നതിൽ വളരെ സജീവമായ പങ്ക് വഹിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അതിലേക്ക് നിലമ്പൂർ ആയിഷയൊക്കെ പോലെയുള്ള കലാകാരികളെയും സാംസ്കാരിക നായകരെയൊക്കെ തന്നെ സംഭാവന ചെയ്ത അവരെല്ലാം ഇടതുപക്ഷക്കാർ തന്നെയാണ്, ഇപ്പോഴും ഇടതുപക്ഷക്കാരാണ്. ആ സ്ത്രീകളെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, നമ്മുടെ പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോഴാണ് സി പി എം ഓരോ ഘട്ടത്തിലും ഇതാ മലപ്പുറം ജില്ലയിൽ അന്നത്തെ കാലത്ത് ഞങ്ങൾ ഞങ്ങൾ രംഗത്തിറക്കിയ ആളാണെന്നൊക്കെ പറഞ്ഞ് നിലമ്പൂർ ആയിഷയൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് ത്യാഗം അതിനുവേണ്ടി സഹിച്ചിട്ടുള്ളവരാണ്. ഈ സന്ദർഭത്തിലാണ് ഈ ഒരു സയ്യിദ് അലി സഖാവ് വിളിച്ച് പറയുന്നത്,
പരപുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീകൾ ഇറങ്ങരുത്, അവർ വോട്ട് ചോദിക്കാനും വരരുത് എന്ന്.